ഗൈസ്, അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ കുട്ടി പരിപാടികൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കുട്ടി വീഡിയോ ആയിട്ട് രാവിലെ തന്നെ അപ്പൊക്ക് ടാറ്റയും കൊടുത്തു. തലേ ദിവസത്തെ കുറച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽവി വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ ചേട്ടയുടെ അടുത്തേക്കാട്ടോ. ഈ നടുക്കിരിക്കുന്ന ചേട്ടയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ചെറുപ്പം മുതലുള്ള എൻ്റെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടി നിൽക്കുന്ന എൻ്റെ എല്ലാ കുരുത്തക്കേടും പഠിപ്പിച്ച എൻ്റെ കുരുത്തങ്കെട്ട ചേട്ടനാണ് ഇത്. എൻ്റെ ബ്രദർ ഫ്രം അനദർ മദർ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ. ഈ ചേട്ടൻ ഇന്ന് കല്യാണം കഴിക്കാറായി ഗൈസ്. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റാറായിട്ടില്ല. ഞാൻ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ എവിടം വരെ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ പോയതാണ്. അതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ വന്ന് അമ്മയുടെ കൂടെ ഒരു ടീ ഒക്കെ കുടിച്ച് ഞാൻ നേരെ വൈകിട്ടായപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വരുന്നൊരു സ്ഥലം കേട്ടോ ഇത്. എന്തെങ്കിലുമൊക്കെ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വരും. ദൈവമേ, ഞാൻ ലൈഫിൽ ഒന്നും ആവുന്നില്ല എന്ന് തോന്നിയാലും ഞാൻ ഓടി ഇങ്ങോട്ടാണ് വരുന്നത്. ഈ ആരുമില്ലാത്ത അപ്പാപ്പന്മാരുടെ അമ്മമ്മമാരുടെയും കൂടെ ഇരുന്ന് ഫോണൊക്കെ മാറ്റി വെച്ച് അവരുടെ കൂടെ ഒരു കൊന്തയൊക്കെ എത്തിച്ച് അവർക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കേട്ടിരുന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സുഖമുണ്ട്. അതെനിക്ക് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. ഈ വർഗീസപ്പം എന്നെ ചീത്ത പറയാം, നിന്നെ കുറച്ച് ദിവസമായാലും ഇങ്ങോട്ടൊന്നും കണ്ടിട്ട് നിനക്ക് എന്താ ഇപ്പം ഞങ്ങളൊന്നും വേണ്ടേന്ന് ചോദിച്ചിട്ട് എന്നോട് വഴക്കിടനാണ് ഈ കാണുന്നത്. നല്ല റിലാക്സേഷൻ കിട്ടുന്ന സ്ഥലമായിട്ട്. എൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല ഞാനിവിടെ പോകുന്നത്. ഞാനെന്നാൽ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാട്ടോ അത്. എന്തോ എനിക്കിപ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഷെയർ ചെയ്താൽ. ഏതായാലും അതിന് ശേഷം നമ്മുടെ മഞ്ഞമ്മപ്പള്ളിയിൽ പോയി, നമ്മുടെ സ്വന്തം മഞ്ഞമ്മപ്പള്ളിയിൽ പോയിട്ട് വലിയ കരോളിൻ്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതും കണ്ട് നമ്മുടെ ദിയാമോൻ്റെ അടുത്തുനിന്ന് കയറി. അവിടെ എനിക്ക് നാളെ ക്രിസ്മസിന് മൂന്നാർ പോകാനായിട്ടുള്ള പ്രോഗ്രാമിനുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെ നല്ല ചട്ടി വെടിച്ച് മീൻകറി കൂട്ടി ചോറും കഴിച്ച് ഞങ്ങളെല്ലാവരും വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്രിസ്മസിനെ പറ്റി നമ്മുടെ ഡെനിമോൻ ഇപ്പോൾ വെക്കേഷന് വന്നേക്കണാണ്. അതിന് അവൻ്റെ വിശേഷങ്ങളും കേട്ടിരുന്ന് ടാറ്റയും കൊടുത്ത് തിരിച്ച് വന്ന വഴി അമ്മയ്ക്കൊരാഗ്രഹം, നമുക്ക് എന്തെങ്കിലും ചായ കുടിച്ചാലോ. അമ്മയുടെ ആഗ്രഹമല്ല, എൻ്റെ ആഗ്രഹം. അമ്മയും മോളും പഴംപൊരി കണ്ട പണ്ടേ വിടാറില്ല. ഞങ്ങളൊരു 24 കയറി പഴംപൊരിയും വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ഒരു ഫണ്ണില്ല. പിന്നെ ഇത് നാടുമാണ്, എല്ലാവരും കണ്ട് വെറുതെ നാണക്കേടാവണ്ടാലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ മാറി കുറച്ച് നീങ്ങിയിട്ട് നമ്മുടെ അവിടെ ഒരു പാടമുണ്ട്. അവിടെ ഇരുന്ന് പാതിരാത്രി 12:30 പഴംപൊരി കഴിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ